ജൂൺ 1 ഞായറാഴ്ച നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ. ലൂക്ക 24:46 മുതൽ 53 വരെ വാക്യങ്ങൾ. യേശു സ്വർഗത്തിലെത്തിയപ്പോൾ ഒരു വലിയ മാലാഖ സംഘം അവനെ സ്വാഗതം ചെയ്തു എന്ന് പറയപ്പെടുന്നു. ഔപചാരികതകൾക്ക് ശേഷം താൻ ആരംഭിച്ച വേല പൂർത്തിയാക്കാൻ ഭൂമിയിൽ ആരെയാണ് യേശു നിയോഗിച്ചിരിക്കുന്നതെന്ന് മാലാഖമാർ അവനോട് ചോദിച്ചു. യേശു മറുപടി പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്ന ഒരു ചെറിയ കൂട്ടം പുരുഷന്മാരും സ്ത്രീകളുമുണ്ട്. അത്രയേയുള്ളോ? മാലാഖമാർ അത്ഭുതത്തോടെ ചോദിച്ചു. ഇവർ പരാജയപ്പെട്ടാൽ എന്തു ചെയ്യും? യേശു മറുപടി പറഞ്ഞു, എനിക്ക് മറ്റ് പദ്ധതികളൊന്നുമില്ല. ഇന്നത്തെ സുവിശേഷ വായനയിൽ ദൈവിക പരിവർത്തനത്തിൻ്റെ ഒരു നിമിഷം യേശുവിൻ്റെ ഭൗമിക ശുശ്രൂഷയ്ക്കും അവൻ്റെ അനുയായികളുടെ ദൗത്യത്തിനുമിടയിലുള്ള ഒരു പാലം നമുക്ക് കാണാം. ഇന്നത്തെ സുവിശേഷത്തിലെ വാക്യങ്ങൾ ഒരു സമാപനമായി മാത്രമല്ല, ഓരോ വിശ്വാസിക്കും അവ ഒരു ജ്വലന ബിന്ദുവാണ്. പുനരുദ്ധാന ശക്തിയോടും രാജ്യ ലക്ഷ്യത്തോടും കൂടി ജീവിക്കാനുള്ള ഒരു ആഹ്വാനമാണ് അത്. തൻ്റെ മരണവും പുനരുദ്ധാനവും ചരിത്രത്തിലെ ആകസ്മികതകളല്ല, മറിച്ച് ദൈവത്തിൻ്റെ നിത്യപദ്ധതിയുടെ പൂർത്തീകരണമാണെന്ന് യേശു തൻ്റെ ശിഷ്യന്മാരെ ഓർമ്മിപ്പിച്ചു. അവൻ്റെ കഷ്ടപ്പാട് പരാജയമല്ല, അത് വിജയമായിരുന്നു. അവൻ്റെ പുനരുദ്ധാനം വെറുമൊരു സംഭവമല്ല, മരണമല്ല, ജീവിതമാണ് അവസാന വാക്ക് എന്ന പ്രഖ്യാപനമായിരുന്നു അത്. യേശു ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ ഇവയുടെ സാക്ഷികളാണ്. യേശുവിന് വേണമെങ്കിൽ ദൈവദൂതന്മാരെ തിരഞ്ഞെടുക്കാമായിരുന്നു. പക്ഷേ അവൻ കുറവുള്ളവരും ഭയമുള്ളവരും പലപ്പോഴും അനിശ്ചിതത്വമുള്ളവരുമായ സാധാരണക്കാരെ തിരഞ്ഞെടുത്തു. യേശു നമ്മെയും തിരഞ്ഞെടുക്കുന്നു. അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ സാക്ഷികൾ മാത്രമല്ല, നമ്മുടെ സ്വന്തം ജീവിതത്തിലെ കൃപയുടെ പരിവർത്തന ശക്തിക്കും നാമും സാക്ഷികളാണ്. ഈ ദൗത്യം ഭാരമേറിയതായി തോന്നുമ്പോൾ യേശു ഒരു വാഗ്ദാനം നൽകുന്നു. എൻ്റെ പിതാവ് വാഗ്ദാനം ചെയ്ത സഹായകനെ ഞാൻ നിങ്ങൾക്ക് അയക്കും. നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ തുടരുക. അവൻ അവരെ ലോകത്തിലേക്ക് വെറും കൈയോടെ അയക്കുന്നില്ല. അവരുടെ ശക്തിയായും ജ്ഞാനമായും വഴികാട്ടിയായും പരിശുദ്ധാത്മാവിനെ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അവൻ വാഗ്ദാനം ചെയ്യുന്നു. ശബ്ദകോലാഹലങ്ങളും ആവശ്യങ്ങളും നിറഞ്ഞ ഒരു ലോകത്തിൽ യേശുവിൻ്റെ ദൗത്യം ഒറ്റയ്ക്ക് നയിക്കാൻ നമുക്ക് ശേഷിയില്ല. ദൈവിക ഉദ്ദേശ സാധ്യത്തിനായി നാം ശക്തിയും ദൈവകൃപയും ധരിക്കേണ്ടിയിരിക്കുന്നു. സ്വർഗാരോഹണം വരുമ്പോൾ യേശു ശിഷ്യന്മാരെ അനുഗ്രഹിക്കാൻ കൈകൾ ഉയർത്തുന്നു. സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമ്പോൾ ശിഷ്യന്മാർ ദുഃഖത്താൽ അല്ല, പിന്നെയോ അവൻ്റെ വേർപാടിൽ അവർ സന്തോഷിക്കുന്നത് കാണാം. എന്തുകൊണ്ട്? കാരണം ഇപ്പോൾ അവർക്ക് മനസ്സിലായി, മരിച്ചവൻ എന്നേക്കും ജീവിക്കുന്നു. ആരോഹണം ചെയ്തവൻ ഒരു ദിവസം മടങ്ങി വരും. ശക്തി വാഗ്ദാനം ചെയ്തവൻ തീർച്ചയായും അത് നിറവേറ്റും. ലൂക്കാസിൻ്റെ സുവിശേഷം ഭയത്തോടെയല്ല, വിശ്വാസത്തോടെയാണ് അവസാനിക്കുന്നത്. നിശബ്ദതയോടെയല്ല, സ്തുതിയോടെയാണ് അത് തീരുന്നത്. ഇന്നത്തെ നമ്മുടെ ക്ഷണം അതാണ്.
പുനരുദ്ധാനത്തിൻ്റെ വ്യക്തികളായി ജീവിക്കാൻ, വാഗ്ദാനത്തിൻ്റെ ആളുകളായി സംസാരിക്കാൻ, ശക്തിയാൽ നിറഞ്ഞ വ്യക്തികളായി സേവിക്കാൻ ക്രിസ്തു ജീവിച്ചിരിക്കുന്നു. അവൻ്റെ വാഗ്ദാനങ്ങൾ സത്യമാണ്. അവൻ്റെ ആത്മാവ് നമ്മോടൊപ്പമുണ്ട്. അവൻ്റെ ദൗത്യം നമ്മുടേതും കൂടിയാണ്. ഉയരത്തിൽ നിന്നുള്ള ശക്തി ധരിച്ച് യേശുവിൻ്റെ കൃപയുടെ സാക്ഷികളായി, സന്തോഷം നിറഞ്ഞ ആരാധകരായി നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.